ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ആളെക്കുറിച്ച് ഇന്ന് പറയാൻ പോവാണ്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒത്തിരി വായിച്ചു കേട്ട ഒരാളാണ്. ഒരുപാട് കാര്യങ്ങൾ ഇയാളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ ജീവിതമായിട്ടൊക്കെ കണക്ട് ചെയ്ത് നമ്മൾ ഒത്തിരി ചിന്തിച്ചിട്ടുള്ളതാണ്. ഇയാളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ സ്റ്റേജിൽ ഒരുപാട് ചതിക്കുഴികൾ, ഒരുപാട് വേദനകളൊക്കെ അനുഭവിച്ച ഒരാളാണ്. ദൈവം ഒത്തിരി സ്നേഹിച്ച, ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ഒരു ജന്മം. പക്ഷേ പ്രിയപ്പെട്ടവരിൽ നിന്നൊക്കെ ഒത്തിരി സങ്കടങ്ങൾ അനുഭവിക്കേണ്ടി വന്നൊരു വ്യക്തി വലിയൊരു സങ്കടത്തിൻ്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്തെത്തുന്നു. വലിയ വേദനകളെ ഓവർകം ചെയ്തെത്തുന്നു. അവിടെ ദൈവം കൂടെ ഉണ്ടെന്ന് അയാൾക്ക് ബോധ്യം കിട്ടുന്നു. പക്ഷേ പെട്ടെന്നൊരു ദിവസം പ്രതീക്ഷിക്കാതെ അയാൾ അനുഗ്രഹിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജിൽ വെച്ച് വലിയൊരു സങ്കടത്തിലേക്ക് വീണു പോവാണ്. ആ സങ്കടത്തിൽ നിന്ന് അയാൾ എഴുന്നേറ്റ് വന്ന ഒരു വലിയ ചരിത്രം, ഒരു വലിയ കഥ പറഞ്ഞു വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജോസഫിനെ കുറിച്ചാണ്. പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം 37 മുതൽ 50 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ ജോസഫിൻ്റെ എപ്പിസോഡ് ഇങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പിതാവിന് പ്രിയപ്പെട്ടവൻ സ്വപ്നമൊക്കെ കണ്ട് സഹോദരന്മാരുടെ അസൂയക്ക് ഇഷ്ടക്കേടിനൊക്കെ ഇരയായി അവസാനം ചതിക്കുഴിയിൽ പെട്ടു. സഹോദരന്മാർ തന്നെ കുഴിയിലേക്ക് പിടിച്ചിട്ടു. ദൈവം വലിയ പദ്ധതികൾ തയ്യാറാക്കിയ അവൻ്റെ ദൈവം അവനെ കുഴിയിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു. ജോസഫിൻ്റെ ചരിത്രം മറ്റൊരു സ്റ്റേജിലേക്ക് കയറുന്നത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 39 അധ്യായത്തിൽ കാണുന്നുണ്ട്. ആ അധ്യായം മാത്രം ഇന്ന് ഒന്ന് പേഴ്സണലി ഒന്ന് വായിച്ചു നോക്കാം. നിങ്ങളിന്ന് ഒരുപക്ഷെ ഈ ടോക്ക് കേൾക്കുന്ന ഈ ഒരു ദിവസം ചില ക്രൈസിസുകളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടാവും. ഈശോ ഇത് കണ്ടിട്ടുണ്ട്. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിനക്ക് ആ ക്രൈസിസിൻ്റെ ആഴം, നീ അനുഭവിക്കേണ്ടി വന്ന തെറ്റിദ്ധാരണ, ആ വേദനയൊക്കെ നന്നായിട്ട് അറിയാം. ജോസഫിൻ്റെ ഈ ഒരു എപ്പിസോഡ് 39 അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ഒന്ന് എടുത്ത് വായിക്കണം. അതിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ 39 അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എല്ലാം ഐശ്വര്യപൂർണ്ണമായി. കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായി. കർത്താവ് അവൻ്റെ കൂടെ നിന്നെല്ലാം അവൻ്റെ കാര്യങ്ങളെല്ലാം മംഗളകരമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലൈഫ്. ഇപ്പം നമ്മുടെ ജീവിതമൊക്കെ അങ്ങനെയൊക്കെയാണ്. ചിലപ്പം ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും. നമ്മൾ പ്രാർത്ഥിച്ച് വിശുദ്ധരായിട്ടും മിടുക്കരായിട്ടൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. കർത്താവ് കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം നമുക്കുമുണ്ട്. നമ്മളെ നോക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ട് നമ്മുടെ കൂടെ കർത്താവുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാണ്. പെട്ടെന്നൊരു ദിവസം ജോസഫിൻ്റെ ഈ എപ്പിസോഡിൽ 39 അധ്യായത്തിൽ ജോസഫ് ചില തെറ്റിദ്ധാരണകൾക്കിടയാകുന്നു. ജോസഫ് പാപം ചെയ്യാതിരിക്കുന്നതിൻ്റെ പേരിൽ അയാൾ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുകയാണ്. നോർമലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതം, മര്യാദയ്ക്ക് മിടുക്കിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതം, പാപം ചെയ്യാതെ വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു ജീവിതം, ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. നിങ്ങൾ ചെയ്യാത്തൊരു കുറ്റം നിങ്ങളുടെ മേലെ ആരോപിക്കപ്പെടുകയാണ്. കാരാഗൃഹം പോലൊരു അവസ്ഥയിലേക്ക് വീണ് പോവാണ്. പാവപ്പെട്ട മനുഷ്യരാണ് നമ്മൾ. തകർന്ന് തരിപ്പണായി പോകും, ചങ്കുലഞ്ഞു പോകും, വാടിപ്പോകും. ജോസഫ് അങ്ങനെ വാടി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ വായിക്കുക. 39 അധ്യായം അതിൻ്റെ 21 വാക്യത്തിൽ കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വീണ്ടും വായിക്കാം. 30 അധ്യായത്തിൽ നമുക്കിതൊക്കെ തമാശയായിട്ട് ചിലപ്പോൾ തോന്നും. കർത്താവെ കൂടെ ഉണ്ടായിട്ടാണോ ഇങ്ങനെ കുഴിക്കാത്ത ഇങ്ങനെ കാരാഗൃഹത്തിലൊക്കെ പെടുന്നത്? 39 അധ്യായം ആരംഭിക്കുമ്പോൾ 2 തവണ ഇത് പറയുന്നത് ദൈവം അവൻ്റെ കൂടെയുണ്ട്, അവനെ അനുഗ്രഹിച്ചു, അവൻ ചെയ്തതെല്ലാം മംഗളകരമായി. പക്ഷേ ജോസഫ് കാരാഗൃഹത്തിലേക്കാണ് പോയി വീഴുന്നത്. നന്നായിട്ട് പോകുന്നൊരു ജീവിതം പെട്ടെന്ന് കുഴിയിലേക്ക് വീഴുന്നു. ഇരുട്ടിലേക്ക്, ചങ്ങലകൾക്കിടയിലേക്ക് ബന്ധിക്കപ്പെട്ടെന്നൊരു ജീവിതത്തേക്ക് പെട്ടെന്ന് പോവാണ്. പക്ഷെ അവിടെയും നമ്മൾ വായിക്കണം. വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുകയാണ് 21 വാക്യത്തിൽ കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ദൈവം അവനോട് വലിയ കാരുണ്യം കാണിച്ചു. എങ്ങനെ കാരുണ്യം കാണിച്ചെന്നറിയോ? ആ ജയിലിൽ കിടന്ന ആ അവസ്ഥയിൽ ആ ജയിലിൻ്റെ ഇൻചാർജാക്കി ദൈവം ജോസഫിനെ ഉയർത്തി. ജോസഫിൻ്റെ എപ്പിസോഡ് പിന്നീട് വായിക്കാൻ നമ്മൾ കാണുന്നുണ്ട്. ഈ അടിമയായിട്ട് വന്നയാൾ ഈജിപ്തിൻ്റെ 2ാം ഭരണാധികാരിയായി. അതൊക്കെ പിന്നീട് നടക്കുന്നതാണ്. പക്ഷേ കാരാഗൃഹത്തിൽ പ്രതീക്ഷിക്കാത്തൊരു തെറ്റിദ്ധാരണ, പ്രതീക്ഷിക്കാത്തൊരു ജയിലിലേക്ക് അയാൾ വീണപ്പോൾ, ചെയ്യാത്തൊരു കുറ്റം അയാളുടെ മേലേക്ക് ആരോപിക്കപ്പെട്ടപ്പോൾ അപ്പോഴും കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു, കാരുണ്യം കാണിച്ചു. ഈശോയ്ക്ക് ഒത്തിരി സ്നേഹമുള്ള ജീവിതങ്ങളാണ് നമ്മുടെതെല്ലാം. നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്, നമ്മൾ മനസ്സിലാക്കപ്പെടാതെ പോകാറുണ്ട്, നമ്മൾ കുഴിയിലേക്ക് വീണ് പോകാറുണ്ട്. അപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറന്നു പോകല്ല്, കർത്താവ് എൻ്റെ കൂടെയുണ്ട്, നിങ്ങളുടെ കൂടെയുണ്ട്. ഒരിക്കൽ സ്നേഹം കാണിച്ച ദൈവം, ഒരിക്കൽ കൈപിടിച്ച് നടത്തിയ ദൈവം, നീ കാരാഗൃഹത്തിലായി പോയാലും അവിടെയും നിന്നോട് കാരുണ്യം കാണിച്ചുകൊണ്ട് കൂടെ ഉണ്ടാകും. അങ്ങനെ ഒരു ദൈവം കൂടെ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്ന അറിയോ? നിന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച, നിന്നെ ഇരുട്ടിലേക്ക് ഇരുത്താൻ ശ്രമിച്ച അതേ കാരാഗൃഹത്തിൻ്റെ ഇൻചാർജാക്കി, അധികാരിയാക്കി കർത്താവ് നിന്നെ മാറ്റും. ജോസഫിൻ്റെ ലൈഫ് നോക്കുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് തെളിഞ്ഞു കിട്ടുന്നത് അങ്ങനെ ഒരു പ്രകാശത്തിൻ്റെ വാർത്തയാണ്, അങ്ങനെ ഒരു പ്രകാശത്തിൻ്റെ സംഭവമാണ്. ജോസഫിനെ തകർക്കാൻ ശ്രമിച്ചു പലരും, പല സാഹചര്യങ്ങളിൽ, പല രീതികളിൽ. പക്ഷേ ദൈവത്തിന് വലിയൊരു മാസ്റ്റർ പ്ലാൻ അയാളെക്കുറിച്ചുണ്ടാകുന്നു. ഈ പൊട്ടക്കണിച്ച് വീണപ്പോൾ കർത്താവ് ഒരു പ്ലാൻ ഉണ്ടാക്കി. കാരാഗൃഹത്തിലായിരുന്നപ്പോൾ കർത്താവ് അയാൾക്ക് വേണ്ടി വേറൊരു പ്ലാൻ ഉണ്ടാക്കി. ഈ അടിമത്തത്തിലായിരിക്കുമ്പോഴും ജോസഫിനെ കുറിച്ച് കർത്താവ് പുറകിൽ നിന്ന് ബിഹൈൻഡ് ദ കർട്ടൻ വലിയൊരു പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. 30 അധ്യായം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അധ്യായം നന്നായിട്ടൊന്ന് വായിക്കുക. 23 വാക്യത്തിൽ നമ്മൾ ഈ വാക്യം വീണ്ടും ആവർത്തിച്ച് കാണുന്നുണ്ട്. ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവൻ്റെ പ്രവൃത്തികളെല്ലാം കർത്താവ് മംഗളകരമാക്കി
കർത്താവ് അനുഗ്രഹമാക്കി മാറ്റിയെന്നാണ് പറയാം. അത്രയും കാലം ജോസഫ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ ജോസഫ് തൻ്റെ തകർന്ന് നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കാം. ആ തകർന്ന് നിൽക്കുന്ന അവസ്ഥയെ കർത്താവ് അവനോട് കാരുണ്യം കാണിച്ച് അവൻ്റെ കൂടെ നിന്ന് ഇപ്പോൾ അവൻ ചെയ്യുകയല്ല ചെയ്യുന്നത്, ദൈവം അവന് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുഞ്ഞ് ലൈഫിൽ നമ്മളിങ്ങനെ വീണ് പോകാറുണ്ടല്ലേ? ഇന്ന് ഒരുപക്ഷെ അങ്ങനെ ഒരു തകർന്ന കാരാഗൃഹത്തിൻ്റെ അവസ്ഥയിലൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാവും. കൂടെ നിൽക്കുന്ന ആ കർത്താവിനെ നീ വീണ്ടും ഓർക്ക്. അവിടുത്തെ ഒരിക്കലും അസ്തമിക്കാത്ത കാരുണ്യം നീ ഒന്നും കൂടെ ഓർക്ക്. ഈ ജയിലിൽ കർത്താവ് നിന്നെ ഓർക്കുന്നുണ്ട്. ഈ കാരാഗൃഹത്തിൻ്റെ അവസ്ഥ പോലത്തെ ഈ ജീവിതത്തെ കർത്താവ് നിന്നെ കാണുന്നുണ്ട്. അവൻ വീണ്ടും കാരുണ്യം കാണിക്കും. ഇനി നീയല്ല പ്രവർത്തിക്കുന്നത്, കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും കാണും. നിന്നെ എവിടെ അടച്ചിടാൻ ശ്രമിച്ചോ, നിന്നെ എവിടെ ഒതുക്കാൻ തകർക്കാൻ ശ്രമിച്ചോ, ആ സ്ഥലത്തിൻ്റെ മേൽ, ആ പ്രശ്നത്തിൻ്റെ മേൽ അധികാരം ഉറപ്പിച്ച് കർത്താവ് നിന്നെ അതിൻ്റെ മുകളിൽ നിർത്തും. അത് ഉറപ്പുള്ള കാര്യമാണ്. തകർന്നു പോകരുത്, തോറ്റു കൊടുക്കരുത്. ഒരു ഹോംവർക്ക്, പേഴ്സണൽ ഹോംവർക്ക്, ഒരു സ്പിരിച്വൽ ഹോംവർക്ക് തരികയാണ്. സങ്കീർത്തനം 40 ദാവീദിൻ്റെ സുന്ദരമായൊരു സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനം ഒന്ന് എടുത്ത് വായിച്ചു നോക്കണം. ഇതുമായിട്ട് ചേർത്ത്, ഈ ഒരു സിറ്റുവേഷനായിട്ട് ചേർത്ത് ചിന്തിച്ച്, ജോസഫിൻ്റെ ലൈഫിനെ കുറിച്ച് മാത്രമല്ല നമ്മുടെ ലൈഫ്, നമ്മുടെ ഈ കാരാഗൃഹ അവസ്ഥയെക്കുറിച്ച് ഒക്കെ ഒന്ന് ചിന്തിച്ച് സങ്കീർത്തനം 40 ഒന്നും കൂടെ വായിക്കണം. ഈ 2 ഭാഗങ്ങൾ, ഉൽപ്പത്തി 39-ാമത്തെ അധ്യായം, സങ്കീർത്തനം 40 രണ്ടും കൂടെ ഒന്ന് വായിക്കണം, പ്രാർത്ഥിക്കണം. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ കാരാഗൃഹ അവസ്ഥയിൽ കർത്താവ് നിന്നെ ഓർക്കട്ടെ. അവിടുന്ന് കാരുണ്യത്തോടെ നിന്നെ ഓർക്കട്ടെ. അവിടുന്ന് കാരുണ്യം ചൊരിഞ്ഞ് നിനക്ക് വേണ്ടി എല്ലാം പ്രവർത്തിച്ച് എല്ലാം മംഗളകരവും ഐശ്വര്യപൂർണ്ണമാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ നമ്മൾ ഈ സംസാരിച്ച എല്ലാ വചനത്തിൻ്റെ അഭിഷേകത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.